friends, welcome to Anna's Kitchen. ഇന്ന് നമുക്ക് പനീർ ബട്ടർ മസാല തയ്യാറാക്കാം. ഇത് ചപ്പാത്തി നാൻ ഫ്രൈഡ് റൈസ് ഇതിന്റെയൊക്കെ കൂടെ കഴിക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സൈഡ് ഡിഷ് ആണ്. അപ്പോൾ നമുക്ക് ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. പനീർ ബട്ടർ മസാല തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 250 ഗ്രാം പനീർ എടുത്തിട്ടുണ്ട്. ഇത് ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ പനീറാണ്. ഇതിന് പകരം നിങ്ങൾക്ക് പുറത്തുനിന്ന് വാങ്ങിക്കുന്ന പനീർ ഉപയോഗിക്കാം. വളരെ എളുപ്പമാണ് നമുക്ക് വീട്ടിൽ പനീർ ഉണ്ടാക്കാൻ. ഇത് ഞാൻ എങ്ങനെയാണ് ഉണ്ടാക്കിയെന്നുള്ളതൊന്ന് കാണിക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാം. പനീർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 6 കപ്പ് പാൽ എടുത്തിട്ടുണ്ട്. നല്ല കൊഴുപ്പുള്ള പാലായിരിക്കണം, അതായത് ഫുൾ ഫാറ്റ് മിൽക്ക് ആയിരിക്കണം. ഇത് നന്നായിട്ടൊന്ന് തിളച്ചതിന് ശേഷം ഇതിനകത്ത് കുറച്ച് നാരങ്ങ നീര് ഒഴിച്ച് ഒന്ന് പിരിച്ചെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഇതൊന്ന് തിളച്ച് വരട്ടെ. പാല് തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതിനകത്തേക്ക് 3 ടേബിൾ സ്പൂൺ നാരങ്ങ നീര് ഒഴിക്കാം. നാരങ്ങ നീര് ഒഴിച്ച ഉടനെ തന്നെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. പാല് പെട്ടെന്ന് തന്നെ പിരിയാൻ തുടങ്ങും. ഏകദേശം ഒരു 2 മിനിറ്റിനുള്ളിൽ തന്നെ ഈ പാല് പിരിഞ്ഞതും പിന്നെ ഒരു ചെറിയ പച്ച കളറുള്ള വെള്ളവും വേറെ വേറെ ആവും. അപ്പോൾ അതുവരെ ഇതിങ്ങനെ ഇളക്കി കൊടുക്കാം. ഇപ്പോൾ കണ്ടോ, ആ പാല് പിരിഞ്ഞതും പിന്നെ ഒരു ചെറിയൊരു പച്ച കളറാണത്. ആ വെള്ളവും സെപ്പറേറ്റ് ആയിട്ടുണ്ട്. ഇനി തീ ഓഫ് ചെയ്യാം. ഇത് കൂടുതൽ സമയം ഇനി തിളപ്പിക്കരുത്. ഇതിന് വെള്ളം ഊറ്റിയെടുക്കാം. വെള്ളം ഊറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു വൃത്തിയുള്ള തുണി എടുത്തിട്ടുണ്ട്. അതൊരു അരിപ്പയുടെ മുകളിലാണ് ഇട്ടിട്ടുള്ളത്. പിന്നെ നമുക്ക് ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി ഉടനെ തന്നെ ഇതിനകത്തോട്ട് കുറച്ച് തണുത്ത വെള്ളം ഒഴിക്കാം. നമ്മൾ ഇതിനകത്ത് ഒഴിച്ചാൽ നാരങ്ങാ നീരിൻ്റെ പുളിപ്പ് രസം എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ടാണ് ഈ വെള്ളം ഒഴിക്കുന്നത്. ഇതിന് നമുക്ക് ചെറുതായിട്ടൊന്ന് പിഴിഞ്ഞെടുക്കാം. പിന്നെ ഈ താഴെയുള്ള വെള്ളം ഉണ്ടല്ലോ, ഇത് നോർത്ത് ഇന്ത്യൻസ് ഒക്കെ ആണെങ്കിൽ ചപ്പാത്തി മാവ് കുഴയ്ക്കാനായിട്ട് എടുക്കും. നല്ല സോഫ്റ്റ് ആവും എന്നാണ് പറയുന്നത്. ഞാനിതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്ത് നോക്കാം. ഞാനിപ്പോൾ ഏതായാലും ആ വെള്ളം കളയുവാണ്. ഇനി ഈ പനീർ ഒരു പ്ലേറ്റിൽ വെച്ചിട്ട് ഇതുപോലെ ജസ്റ്റ് ഒന്ന് കൈവച്ച് ഒന്ന് ഷേപ്പ് ആക്കി കൊടുക്കുക. നമുക്ക് അവസാനം കട്ട് ചെയ്തെടുക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഷേപ്പ് ആക്കുന്നത്. ഇനി ഇത് വീണ്ടും നമുക്ക് അരിപ്പയിലോട്ട് വെച്ചിട്ട് ഇതിൻ്റെ മുകളിൽ നല്ല വെയിറ്റ് ഉള്ളൊരു സാധനം വെക്കാം. അതായത് ഈ പനീർ നല്ല പ്രസ്സായി ഇരിക്കണം. അരിപ്പയിലൂടെ അതിനകത്ത് കുറച്ചെങ്കിലും വെള്ളം ബാക്കിയുണ്ടെങ്കിൽ അത് ഫുള്ള് പോവും വേണം. മിനിമം ഒരു 2 മണിക്കൂർ ഇതിങ്ങനെ വെക്കണം. അപ്പോൾ അതിനകത്തുള്ള ഈർപ്പം എല്ലാം പോയിരിക്കും. നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന പനീർ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന പനീറിനേക്കാളും സോഫ്റ്റാണ്. ഞാൻ സാധാരണ ചെയ്യുന്നത് 2 മണിക്കൂർ കഴിഞ്ഞിട്ട് ഇതൊരു 10 മിനിറ്റ് ഫ്രീസറിൽ വെക്കും. അപ്പോൾ അത് കുറച്ചൊന്ന് കട്ടിയാവും. അങ്ങനെ ഇരിക്കുമ്പോൾ നമുക്ക് മുറിച്ചെടുക്കാൻ എളുപ്പമായിരിക്കും. അപ്പോൾ 2 മണിക്കൂർ കഴിഞ്ഞിട്ട് ഞാനിത് മുറിച്ച് കാണിക്കാം. ഇത് നേരത്തെ തയ്യാറാക്കി വെച്ച പനീറാണ്. 2 മണിക്കൂർ കഴിഞ്ഞിട്ട് ഞാനൊരു 10 മിനിറ്റ് ഇത് ഫ്രീസറിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതുണ്ട്, കുറച്ചൊന്ന് കട്ടിയായിട്ടുണ്ട്. ഇനി ഇത് മുറിച്ചെടുക്കാൻ എളുപ്പമായിരിക്കും. ഇതിൻ്റെ സൈഡൊക്കെ നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന പനീർ പോലെ അത്ര സ്മൂത്ത് ആയിരിക്കത്തില്ല. കുറച്ചിങ്ങനെ പൊടിയുന്ന പോലെ ആയിരിക്കും ഇരിക്കുന്നത്. നിങ്ങൾ കുട്ടികൾക്കൊക്കെ കൊടുക്കുകയാണെങ്കിൽ ഈ പനീർ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്നതാണ് നല്ലത്. നല്ല സോഫ്റ്റാണ്. അപ്പോൾ അവർക്ക് കഴിക്കാൻ ഇഷ്ടപ്പെടും. അപ്പോൾ ഇതുപോലെ മുറിച്ചെടുക്കാം. അപ്പോൾ ഞാൻ പനീർ മുറിച്ച് ക്യൂബ്സ് ആക്കി വെച്ചിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഒന്നുകിൽ ഇതുപോലെ വീട്ടിൽ തന്നെ തയ്യാറാക്കാം, അല്ലെങ്കിൽ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന പനീർ ഉപയോഗിക്കാം. അപ്പോൾ ഇനി നമുക്ക് പനീർ ബട്ടർ മസാല തയ്യാറാക്കാം. അപ്പോൾ മസാല തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 1 ഇഞ്ച് നീളമുള്ളൊരു കഷ്ണം ഇഞ്ചി ഇതുപോലെ മുറിച്ച് വെച്ചിട്ടുണ്ട്. കുറച്ച് വലിയ പീസായിട്ട് മുറിച്ചാൽ മതി. പിന്നെ 3 അല്ലി വെളുത്തുള്ളി എടുക്കുക. ഇത് ചൈനീസ് വെളുത്തുള്ളി ആയതുകൊണ്ട് കുറച്ച് വലുതാണ്. ചെറിയ അല്ലി വെളുത്തുള്ളി ആണെങ്കിൽ 6 എണ്ണം എടുക്കണം. ഇത് നമുക്ക് ഇഞ്ചി കട്ട് ചെയ്ത പോലെ തന്നെ കുറച്ച് വലുതായിട്ട് കട്ട് ചെയ്ത് വയ്ക്കാം. ഇതെല്ലാം നമ്മൾ വഴറ്റിയതിന് ശേഷം അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ ഒരു സവോള ഉണ്ട്, അതും നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും കട്ട് ചെയ്ത പോലെ തന്നെ കുറച്ച് വലുതായിട്ട് മുറിച്ച് വയ്ക്കാം. പിന്നെ 3 തക്കാളി എടുത്തിട്ടുണ്ട്. പനീർ ബട്ടർ മസാലയ്ക്ക് എപ്പോഴും നല്ല പഴുത്ത തക്കാളി എടുക്കണം. ഇതുപോലെ നല്ല ചുവന്ന കളറിലെ തക്കാളി, അല്ലെങ്കിൽ നമ്മളത് അരച്ചെടുക്കുമ്പോൾ ആ തക്കാളിയുടെ പുളി ഉണ്ടാവും. നമ്മൾ സവോള അരിഞ്ഞ പോലെ തന്നെ കുറച്ച് വലുതായിട്ട് അരിഞ്ഞെടുക്കാം. പിന്നെ ഞാൻ ഈ പനീർ ബട്ടർ മസാല തയ്യാറാക്കുമ്പോൾ ക്രീം ചേർക്കാറില്ല. അതിന് പകരം കുറച്ച് കശുവണ്ടി അരച്ച് ചേർക്കുകയാണ് ചെയ്യുന്നത്. ഞാനിവിടെ 12 കശുവണ്ടി എടുത്തിട്ടുണ്ട്. ഇതിനകത്ത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒരു 10-15 മിനിറ്റ് അതൊന്ന് കുതിർത്ത് വയ്ക്കുക. അതിനുശേഷം നന്നായിട്ട് അരച്ചിട്ട് മസാലയിലോട്ട് ചേർക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇതിന് പകരം ഫ്രഷ് ക്രീം വേണമെങ്കിൽ ഉപയോഗിക്കാം. ഇതിനകത്ത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് കുതിർത്ത് വയ്ക്കാം. ഇതിവിടെ ഇരിക്കട്ടെ. നമുക്കിനി മസാല തയ്യാറാക്കാം. ഒരു പാനിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ ബട്ടർ ചേർക്കാം. ഇതിനകത്ത് ബട്ടറിൻ്റെ ടേസ്റ്റ് നന്നായിട്ട് വേണം. ഇതിനകത്തേക്ക് കുറച്ച് എണ്ണയും കൂടി ഒഴിക്കാം. എണ്ണ ഒഴിക്കണമെന്നില്ല, കൂടുതൽ ബട്ടർ ചേർത്താലും മതി. അത് നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം. ബട്ടറും എണ്ണയും നന്നായിട്ട് ചൂടാവുമ്പോൾ അതിനകത്തേക്ക് 2 ഏലക്ക ചേർക്കാം, 4 ഗ്രാമ്പൂ ചേർക്കാം,
ഒരു ചെറിയ കഷ്ണം പട്ട ചേർക്കുക. ഇനി നമ്മൾ അരിഞ്ഞു വെച്ച സവോളയും ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർക്കുക. ഇതിനി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. സവോള നന്നായി വാടണം. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമണം മാറും വേണം. അതുവരെ വഴറ്റാം. സവോള നന്നായിട്ടൊന്ന് വാടിയിട്ടുണ്ട്. ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതായിട്ടൊന്ന് ഫ്രൈ ആയിട്ടുമുണ്ട്. ഇനി ഇതിനകത്തേക്ക് തക്കാളി ചേർക്കാം. തക്കാളിയും കുറച്ച് നേരം ഒന്ന് വഴറ്റി കൊടുക്കാം. അതിൻ്റെ ആ പച്ചപ്പ് നന്നായി മാറണം. തക്കാളി നന്നായിട്ട് വെന്തുടയൊന്നും വേണ്ട. അതിൻ്റെ ആ പച്ച ചൊവയൊന്ന് മാറിയാൽ മതി. ഇപ്പോൾ തക്കാളി ചെറുതായിട്ടൊന്ന് വെന്ത് അതിൻ്റെ പച്ചപ്പ് മാറിയിട്ടുണ്ട്. ഞാൻ സ്റ്റൗ ഓഫ് ചെയ്തു. ഇനി ഇതിൻ്റെ ചൂട് മാറിയതിന് ശേഷം ഇത് അരച്ചെടുക്കാം. അപ്പോൾ ഈ തക്കാളിയും ഉള്ളിയും വഴറ്റിയത് ഒരു മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം. ഇത് വെള്ളം ചേർക്കാതെ അരയ്ക്കാൻ നോക്കണം. തക്കാളിയുടെ ആ ഒരു ഈർപ്പം ഉള്ളതുകൊണ്ട് പെട്ടെന്ന് തന്നെ അരഞ്ഞു കിട്ടും. നല്ല സ്മൂത്തായിട്ട് ഒട്ടും തരിയില്ലാതെ അരച്ചെടുക്കാം. അപ്പോൾ ഇതുപോലെ തരിയില്ലാതെ അരച്ചെടുത്തിട്ടുണ്ട്. ഇത് മാറ്റി വയ്ക്കാം. ഇനി ഒരു പാനിലേക്ക് കുറച്ചും കൂടി ബട്ടർ ചേർക്കാം. ഞാൻ സവോള വഴറ്റിയ അതേ പാൻ തന്നെയാണ് ഉപയോഗിക്കുന്നത്. അതിനകത്തേക്ക് ഒരു ടേബിൾ സ്പൂൺ ബട്ടർ ചേർക്കാം. ബട്ടർ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് ഒരു വഴനയില ചേർക്കാം. ഒന്നിങ്ങനെ മുറിച്ച് ചേർത്ത് കൊടുക്കാം. ഇനി തീ നന്നായിട്ടൊന്ന് കുറച്ച് വെച്ചതിന് ശേഷം 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. നമ്മൾ നേരിട്ട് ബട്ടറിലോട്ട് കാശ്മീരി മുളക് പൊടി ചേർക്കുമ്പോൾ അതിന് നല്ലൊരു കളർ കിട്ടും. ഇത് കുറച്ച് നേരം ഒന്ന് വഴറ്റി കൊടുക്കാം. മുളക് പൊടിയുടെ പച്ചമണം മാറണം. ഇപ്പം നന്നായിട്ട് വഴറ്റി അതിൻ്റെ പച്ചമണം മാറ്റിയിട്ടുണ്ട്. ഇതിനകത്തേക്ക് നമ്മൾ അരച്ചു വെച്ച പേസ്റ്റ് ചേർക്കാം. ഇതും കുറച്ച് നേരം ഒന്ന് വഴറ്റി കൊടുക്കാം. ആ മുളക് പൊടിയും ബട്ടറും കൂടെ ഉള്ള മിക്സിൽ നന്നായി ഇങ്ങനെ ഇളക്കിയെടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിക്കാം. ഞാൻ 1.5 കപ്പ് വെള്ളമാണ് ഒഴിച്ചത്. ഞാൻ മിക്സിയുടെ ജാറിൽ തന്നെയാണ് വെള്ളം എടുത്തത്. ഇപ്പോൾ ഇത് കുറച്ച് ലൂസായിട്ട് തോന്നും. നമ്മൾ 2-3 മിനിറ്റ് വീണ്ടും ഇത് അടച്ചു വെച്ചൊന്ന് തിളപ്പിച്ചെടുക്കുമ്പോൾ നന്നായി കുറുകി വരും. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കൊരു 2-3 മിനിറ്റ് ഇത് അടച്ചു വെച്ച് തിളപ്പിച്ചെടുക്കാം. മീഡിയം ഫ്ലെയിമിലിട്ട് തിളപ്പിച്ചാൽ മതി. നമുക്കിത് തുറന്ന് നോക്കാം. ഇത് ആവശ്യത്തിന് കുറുകിയിട്ടുണ്ട്. ഇത് നമ്മൾ വീണ്ടും പനീർ ചേർത്തിട്ട് ഒരു 5 മിനിറ്റും കൂടി തിളപ്പിക്കും. അപ്പോൾ ഇത് പിന്നെയും നന്നായിട്ട് കുറുകി വരും. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഗരം മസാല ചേർക്കാം. പിന്നെ വേണ്ടത് കസൂരി മേത്തിയാണ്. 1 ടീസ്പൂൺ കസൂരി മേത്തിയാണ് എടുത്തിട്ടുള്ളത്. പനീർ ബട്ടർ മസാലയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് കസൂരി മേത്തി. അതൊരിക്കലും ഒഴിവാക്കരുത്. കസൂരി മേത്തി മേടിക്കുമ്പോൾ എപ്പോഴും ചെറിയ പാക്കറ്റ് നോക്കി വാങ്ങിക്കുക. കാരണം കുറച്ച് നാൾ ഇരുന്ന് കഴിയുമ്പോൾ അതിൻ്റെ ആ ഒരു നല്ല മണം അങ്ങ് പോകും. അങ്ങനെയുള്ള കസൂരി മേത്തി ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മുടെ പനീർ ബട്ടർ മസാലയ്ക്കും അത്ര ഒരു ഫ്ലേവർ ഉണ്ടാവില്ല. അപ്പോൾ ഇത് ചേർക്കുമ്പോൾ കൈവച്ചിങ്ങനെ നന്നായിട്ട് പ്രസ് ചെയ്തിട്ട് ചേർക്കുക. അപ്പോൾ നല്ലോണം അതിൻ്റെ ആ ഒരു ഫ്ലേവർ ആ മസാലയിൽ വരണം. അതുപോലെ ഇങ്ങനെ പൊടിച്ചിട്ട് ചേർക്കാം. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ചെറുതായൊരു മധുരത്തിന് വേണ്ടിയിട്ട് 1/4 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് പനീർ ചേർക്കാം. പനീറിന് അധികം വേവില്ല. ഇതിപ്പോൾ വീട്ടിൽ തന്നെ തയ്യാറാക്കിയ പനീർ ആയതുകൊണ്ട് 5 മിനിറ്റിനുള്ളിൽ വെന്ത് കിട്ടും. നിങ്ങൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന പനീറാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഒരു 7 മിനിറ്റ് വേവിച്ചാൽ മതി. കൂടുതൽ സമയം വേവിച്ചാൽ പനീർ കട്ടിയായിപ്പോവും. അപ്പോൾ നമുക്കിത് അടച്ചു വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിലിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ പനീർ വേവുന്ന സമയം കൊണ്ട് നമുക്ക് ഈ കശുവണ്ടി അരച്ചെടുക്കാം. ഒരു മിക്സിയുടെ ജാറിലേക്ക് കശുവണ്ടി ചേർക്കാം. ആദ്യം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അരച്ചാൽ മതി. കാരണം ഒരുപാട് വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ കശുവണ്ടി അരച്ചെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് അരച്ച് പേസ്റ്റ് ആക്കി എടുക്കുക. അതിനുശേഷം കൂടുതൽ വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്താൽ മതി. അപ്പോൾ കശുവണ്ടി നന്നായിട്ട് അരച്ച് പേസ്റ്റ് ആക്കി വെച്ചിട്ടുണ്ട്. ഇതിനകത്തേക്ക് കുറച്ചും കൂടി വെള്ളം ഒഴിക്കാം. ഞാൻ ആ മിക്സിയുടെ ജാറിൽ തന്നെ ഒരല്പം വെള്ളം ഒഴിച്ചു. ഇനി ഒന്ന് ഇളക്കിയതിന് ശേഷം അത് ഈ പേസ്റ്റിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഈ ക്രീമാണ് നമ്മൾ അവസാനം മസാലയിൽ ചേർക്കുന്നത്. അപ്പോൾ ഇത് മാറ്റി വയ്ക്കാം. നമുക്കിത് തുറന്ന് നോക്കാം. അപ്പോൾ പനീർ ആവശ്യത്തിന് വെന്തിട്ടുണ്ട്. അതിൻ്റെ മസാലയും നന്നായിട്ട് കുറുകിയിട്ടുണ്ട്. ഇതിനകത്തേക്ക് ആ കശുവണ്ടി അരച്ചത് ഒഴിച്ചു കൊടുക്കാം. നിങ്ങൾ ഫ്രഷ് ക്രീമാണ് ഉപയോഗിക്കുന്നതെങ്കിലും ഈ സമയത്ത് തന്നെയാണ് ചേർക്കേണ്ടത്. ഒരു 1/4 കപ്പ് ഫ്രഷ് ക്രീം ഇതിനകത്തോട്ട് ഒഴിച്ചാൽ മതി. നമ്മൾ ഈ കശുവണ്ടി ചേർക്കുന്നതും ഫ്രഷ് ക്രീം ചേർക്കുന്നതും തമ്മിൽ ടേസ്റ്റിലൊന്നും വ്യത്യാസമില്ല. നമുക്കറിയാൻ പറ്റില്ല കശുവണ്ടിയാണ് ചേർത്തതെന്ന്. ഇതിനകത്തേക്ക് കുറച്ച് മല്ലിയില ചേർക്കാം. അപ്പോൾ പനീർ ബട്ടർ മസാല റെഡിയാണ്. ഞാൻ തീ ഓഫ് ചെയ്തു. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല ക്രീമി ആയിട്ടുള്ള പനീർ ബട്ടർ മസാലയാണ്. നമ്മൾ വീട്ടിൽ തയ്യാറാക്കിയ പനീറാണെങ്കിൽ നല്ല സോഫ്റ്റ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും തയ്യാറാക്കി നോക്കണം. ഇഷ്ടപ്പെട്ടാൽ എനിക്ക് കമൻറ്റ് ചെയ്യാനും വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ചെയ്യാനും മറക്കരുത്. ഇനി നമുക്ക് വേറൊരു നല്ല റെസിപ്പി ആയിട്ട് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് അനൂസ് കിച്ചൺ.